അങ്ങനെ ചെയ്യില്ല. അതെൻ്റെ പോളിസിയാണ്. ബാക്കിയുള്ള നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണം. ഇത് നമ്മുടെ നിലപാടുകളുടെ രാജകുമാരൻ്റെ എന്ന് ലീഗ് അണികളിൽ പറയപ്പെടുന്ന KM ഷാജി, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വെളിപ്പെടുത്തിയതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ബാക്കി കൂടെ നമുക്ക് കേൾക്കണ്ടേ? വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ ബഹുമാനപ്പെട്ട KM ഷാജി സാഹിബിന്റെ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം കൂടെ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനു മുമ്പ് നമുക്ക് മറ്റൊന്നും കൂടെ കണ്ടിട്ട് എന്താണ് അതിന് ഈ ഷാജി സാഹിബിന്റെ ഈ വാക്കുകൾക്കുള്ള പ്രസക്തി എന്ന് അറിയേണ്ടത്. അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഒരു തുടക്കം പഴയ കാലത്തിലേക്ക്, LDFന്റെ ഭരണകാലത്തിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ആ ഭാഗം ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഈ സംഭവ പരമ്പരയുടെ ഒരു ഗതി പിടികിട്ടും. അതൊന്ന് കണ്ടിട്ട് വരാം. We now invite Sri Saji Cherian, Honorable Minister of Culture and Youth Affairs, Government of Kerala, to garland our beloved Amma. ഇത് നമ്മുടെ കഴിഞ്ഞ LDF മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട അമൃതാനന്ദമയി മഠത്തിലെ അമ്മ അമൃതാനന്ദമയി ദേവിയെ ആദരിച്ച് അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കുന്ന ഭാഗമാണ്. അതുണ്ടാക്കിയ കോലാഹലം ചെറുതൊന്നുമല്ല കേട്ടോ. ചില കാര്യങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിഷിദ്ധവും, അതേ കാര്യം ലോകത്തിലെ ഏത് രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് ചെയ്താലും അത് വലിയ മഹത്തരവുമാകുന്ന ഒരു മഹാപുണ്യഭൂമിയാണ് നമ്മുടെ ഈ കേരളം. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ കേരള ജനത. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരാളെ ബഹുമാനിക്കാനൊന്നും അർഹതയില്ല. അത് പ്രത്യേകിച്ചും ഇത്തരം ചില ദൈവികമായ കഴിവുകളുണ്ട് എന്ന് പറയുന്ന ഒരാളെ ചെന്ന് ആദരിച്ചു കഴിഞ്ഞാൽ അതിൽ പരം ഒരു മഹാപാപം ഈ ഭൂമിയിൽ ഇല്ലത്രേ. അങ്ങനെയാണ് നമ്മുടെ ഷാജി സാഹിബ് പൊട്ടിത്തെറിച്ചത്. എന്തായിരുന്നു അന്ന് പൊട്ടിത്തെറിച്ചത് എന്നും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. വർഗീയത കൊണ്ട് കേരളത്തെ അങ്ങ് ആകെ പാടമറിക്കാൻ പോകുമ്പോ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിധിക്കുമ്പോഴും തെറ്റാണ്. അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല, ഒരു മന്ത്രിയുടെ പണിയല്ല. അതാണ് പ്രശ്നം. അതാണ് നമ്മുടെ KM ഷാജി സാറിന് പിടിക്കാണ്ട് പോയത്. ഒരു മന്ത്രി, കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രി പോയിട്ട് ഒരാൾ ദൈവത്തിനെ പോയി ആദരിക്കുക, ഉമ്മം കൊടുക്കുക, കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റില്ല. അത് മതേതരത്തിന് വലിയ കളങ്കം ചാർത്തപ്പെടും, അത് വർഗീയതയെ വളർത്തും. ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ഷാജി സാറ് നമ്മുടെ ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ചും നടന്ന് തീപ്പൊരി പ്രസംഗം നടത്തി 102 എന്നൊരു മാജിക് ഫെയറിലേക്ക് UDFനെ എത്തിക്കുകയും അധികാരത്തിലെത്തുകയും അതിൻ്റെ ഫലമായി ഇപ്പോൾ മന്ത്രി ആവുകയും ചെയ്ത നമ്മുടെ ഒരു നേതാവാണ് KM ഷാജി സാഹിബ്. ആ നിലപാടാണ് അദ്ദേഹത്തിന് എടുത്തു കാണിക്കുന്നത്. ആ തീപ്പൊരി പ്രസംഗമാണ് അദ്ദേഹത്തെ വലിയ നേതാവാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിലപാടിനെ നമുക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ മതേതരത്വത്തിന് ഒരു ക്ഷതമേറ്റാൽ പിന്നെ അത് ആർക്കാ സഹിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ഷാജി സാഹിബ് പറയുന്നത്, ഭരണത്തിലിരിക്കുമ്പോൾ അത് ആരോ ആകട്ടെ, ഇനിയിപ്പോൾ എവിടെ ദർഗയായാലും വേണ്ടില്ല, അമൃതാനന്ദമയി മഠത്തിലായാലും, അവിടെ ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അധികാരത്തിലിരിക്കുന്ന ഒരാൾ പോയിട്ട് അവരെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ മഹാപാതകമാണെന്നാണ് നമ്മുടെ ഷാജി സാറിൻ്റെ അഭിപ്രായം. അങ്ങനെ നമ്മുടെ സജി ചെറിയാൻ മന്ത്രി ചെയ്ത വിഡ്ഢിത്തൊന്നും ഒരിക്കലും ആവർത്തിക്കില്ല. ഒരു നല്ല കാലം, മതേതരത്തിൻ്റെ പൂക്കാലം ഇവിടെ വിലസി നടക്കുന്നു എന്ന് നമ്മൾ ആനന്ദം കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാഴ്ച മലയാളി കണ്ടത്. അതെന്താണെന്നും കൂടെ നമുക്ക് കണ്ടു നോക്കാം.
ഈ കാഴ്ചകൾ കണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് വികാരമാണ് ഉണ്ടായത്, എന്താണ് അവർക്ക് തോന്നിയത് എന്നറിയില്ല. എന്തായാലും ചില കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ നിഷിദ്ധമാണ്. അതേ കാര്യം UDFകാരോ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ലീഗുകാരോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തുള്ള BJPക്കാരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ മഹത്തരമാണ്, മഹനീയമാണ്. അവർ വാഴ്ത്തിപ്പാടും, അവർ ആദരിക്കപ്പെടുകയൊക്കെ ചെയ്യും, സമൂഹം കൊണ്ടാടുകയും ചെയ്യും. അതേ കാര്യം കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്താൽ അയ്യോ അതിൽ പരം ഒരു അപരാധം വേറെയില്ല. സജി ചെറിയാൻ ഇതേ കാര്യമാണ് ചെയ്തത്. അപ്പം എന്തായി? മതേതരം ഇവിടെ ആകെ എന്തായി? പൊളിഞ്ഞു വീണു. മാത്രമല്ല വർഗീയത കത്തിപ്പടർന്നു. ആര് പറഞ്ഞു? നമ്മുടെ ഷാജി സാർ പറഞ്ഞു. അന്ന് പ്രതിപക്ഷത്തായിരുന്നു, ഇന്ന് മന്ത്രിയാണ്. അതെല്ലാം പ്രസംഗിച്ച് നടന്ന് വലിയ വോട്ട് വാങ്ങി ഇന്ന് അധികാരത്തിലേറിയപ്പോൾ ഇന്ന് കേവലം ഒരു മന്ത്രിയല്ല പോയി കണ്ടത്, മുഖ്യമന്ത്രി സതീശൻ സാർ തന്നെയാണ് പോയി കണ്ടത്. അതൊരു തെറ്റാണെന്നേ പറയില്ല. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു ജനസമൂഹം ആദരിക്കുന്ന ഒരു മഹത് വ്യക്തിയെ പോയി ഒരു മുഖ്യമന്ത്രി പോയി കണ്ടു എന്ന് പറഞ്ഞാൽ അതിൽ പരം തെറ്റൊന്നുമില്ല. പക്ഷേ അവർ തന്നെ പറഞ്ഞ ചില വാക്കുകളെ റദ്ദ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അവർ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും വർഗീയതയുമായി ഒരു സമരസപ്പെടലുമില്ല, സന്ധിയുമില്ല. ഇലക്ഷൻ കാലത്ത് പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല, പിന്നെയാണോ ഇപ്പോൾ എന്ന് പലവട്ടം ചോദിക്കുന്നതാണ് മുഖ്യമന്ത്രി. ഷാജിയുടെ കാര്യം നിങ്ങൾ കേട്ടതാണല്ലോ. എന്തായാലും ഈ സംഭവത്തിൽ ഷാജി സാഹിബിനും ചിലതൊക്കെ പറയാനുണ്ടല്ലോ, നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ടല്ലോ. ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിഷേധിക്കപ്പെടുന്നു? അവർ അത് ചെയ്യുമ്പോൾ ഈ സമൂഹത്തിലെ ബുദ്ധിജീവികളടക്കം ചടകുടഞ്ഞെഴുന്നേറ്റ് വലിയ തോതിൽ ആക്രമിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു അമ്പലത്തിൻ്റെ അരികിൽ കൂടെ പോകുകയോ അമ്പലനടയിൽ ഒന്ന് ഇറങ്ങുകയോ അവിടുത്തെ കാഴ്ചകൾ കാണുകയോ ഇനി അറിയാതെ എങ്ങാനും തൊഴുതു എന്ന് കേട്ടാൽ പിന്നെ ഒന്നും പറയേണ്ട കേട്ടോ. ഇവിടെ അതിൽ പരം ഒരു പുകില് വേറെ ഒന്നുമില്ല. അങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ജനസമൂഹമാണ് ഈ കാഴ്ചകൾ കണ്ട് പരമാനന്ദമാടുന്നത് എന്നാണ് ചില ഇടതുപക്ഷത്തെ നേതാക്കളൊക്കെ ഇപ്പോൾ പറയുന്നത്, പരിഹസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ ഷാജി സാഹിബിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഷാജി സാഹിബേ, താങ്കളുടെ പഴയ വാക്കുകളൊക്കെ ഓർമ്മയുണ്ടോ എന്നൊന്ന് നമുക്ക് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം. ഒരു രസത്തിന് മറുപടിയൊക്കെ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രേക്ഷകർക്കും ചില ധാരണകളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാം കാണേണ്ടി വരും, ഇതും ഇതിലപ്പുറവും എന്ന് ആശ്വസിച്ച് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താൻ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ആ ഷാജി സാഹിബിന് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് നമുക്ക് നിർത്താം കേട്ടോ. VD സതീശൻ കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയെ കാണാൻ പോയി. വിവാദമാകുന്നത് മിനിസ്റ്റർ തന്നെ നേരത്തെ സജി ചെറിയാൻ പോയി കണ്ട പ്രസംഗമാണ്. എൻ്റെ പ്രസംഗം അവിടെ കിടക്കുന്നുണ്ട്, അതെൻ്റെ അഭിപ്രായമാണ്. അത് ബാക്കിയുള്ളത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. നിങ്ങൾ എൻ്റെ ഹിസ്റ്ററി പരിശോധിക്ക്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിന് ഞാൻ ആക്ഷേപിക്കാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ ചെയ്യില്ല. അതെൻ്റെ പോളിസിയാണ്. ബാക്കിയുള്ള നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണം.